നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചുരുക്കി പറഞ്ഞ പഠിച്ചോണ്ട് പോയൊന്നും വേസ്റ്റ് ആയില്ല. എടി ഞാൻ പിന്നെ വിളിക്കാം. സേതുട്ടാ, കേക്ക് മേടിച്ചില്ലേ? എന്താ സേതുട്ടാ മുഖമല്ലാതിരിക്കുന്നു? ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് നീ സത്യം മാത്രം വേണം പറയാൻ. നീറ്റ് എക്സാം നല്ലപോലെ എഴുതാൻ പറ്റാത്തോണ്ടല്ലേ നീ ആത്മഹത്യ ശ്രമിച്ചത്? പറയാൻ. പിന്നെ നിന്റെ പേരെങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നത്? നീ പറയടി, പിന്നെ എങ്ങനെ റാങ്ക് ലിസ്റ്റ് പേര് വന്നു? എന്താ ചെയ്തോട്ടെ ഇത്? നീ മിണ്ടരുത്. എന്താ വരൂ, ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പോ നീ ആത്മഹത്യ പോയതിന്റെ കാരണം മറ്റൊന്നാണ്. ബാനു, എന്റെ സ്വഭാവം മാറും. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. സേതുട്ടാ, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ തന്നെ തെളിയിച്ചോളാം. ആരും ഇതിൽ ഇടപെടണ്ട. അമ്മേ, ഇവള് നമ്മളിൽ നിന്നെല്ലാം എന്തോ മറയ്ക്കുന്നുണ്ട്. സേതുട്ടാ, ഞാൻ ഭാവന, നിന്നോടാ ഞാൻ പറഞ്ഞൊന്നും മിണ്ടായിരിക്കാൻ. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ആത്മഹത്യ ശ്രമിച്ചത് അതൊരിക്കലും ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല. അതുകൊണ്ട് മര്യാദക്ക് നീ പറഞ്ഞോ, എന്താ നിനക്ക് പറ്റിയത്? എന്താണ് നിനക്ക് പറയാൻ മടി? സേതുട്ടാ പറ ബാനു, അതോ നീ ഇനി വല്ലവന്റെ കൂടെ? സേതുട്ടാ, കൂടപ്പറപ്പിനോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടേ? പിന്നെ നമ്മളിൽ നിന്നെല്ലാം എന്തോ കാര്യമായിട്ട് ഒളിപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് പറയാൻ ഇവിടെ ഞാൻ വെറുതെ വിടത്തില്ല. എന്താ ഇത്? സോറി സൂര്യ. ഇതിനുള്ള മറുപടി എനിക്കിപ്പോ കിട്ടിയേ പറ്റൂ. സേതുട്ടാ, അണ്ണാ, നല്ലൊരു ദിവസോട്ട് വേണ്ട അണ്ണാ. ഇവിടെ ആരും ആരുടെയും വക്കാലത്ത് പിടിക്കാൻ വരണ്ട. മര്യാദ എന്റെ സ്വഭാവം മാറ്റാതെ പറഞ്ഞു. എന്തിനാണ് ആത്മഹത്യ ശ്രമിച്ചതെന്ന് പറയാൻ നിന്നെ ഞാൻ വിടത്തില്ല. സേതുട്ടാ, നീ പറയുന്നോ ഭാനു, നീ എന്നെ തല്ലി പിടിക്കുന്നോ? എന്തിനാ ഭാനുവിനെ ഇങ്ങനെ തല്ലുന്നേ? ഭാനു എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇവളെ പഠിപ്പിച്ചതെന്നറിയോ? പക്ഷെ ഇവള് കാണിച്ചോ എന്തോ വലിയ തെറ്റ് കാണിച്ചിട്ട് മറച്ചു വെച്ചോണ്ടിരിക്കുക. സേതുട്ടാ, എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വന്ന ഇവളെ ഒന്ന് അഭിനന്ദിക്കാതെ എന്തിനെങ്ങനെ സംശയിക്കുന്നേ? ഇവളെ മാത്രമല്ല, എനിക്കിപ്പോ നിന്നെ നല്ല സംശയമുണ്ട്. സേതുട്ടാ, എനിക്ക് മനസ്സിലായില്ല, എന്നെ എന്തിനാ സംശയിക്കുന്നേ? നീയല്ലേ പറഞ്ഞത് ഇവക്ക് നല്ലൊരു എക്സാം എഴുതാൻ കഴിയാത്തോണ്ട് ആത്മഹത്യ ശ്രമിച്ചതെന്ന്? എന്താ നിനക്ക് മറുപടി ഇല്ലേ? ഭാമയുടെ കാര്യത്തിൽ തന്നെ നീയല്ലേ അവക്കൊപ്പം ഞങ്ങൾക്കെതിരെ സംസാരിച്ചത്? അതുപോലെ ഇത് ഞാൻ വെറുതെ വിടത്തില്ല. മര്യാദക്ക് എന്താ നടന്നെന്ന് പറ. സൂര്യ, ഇവളെന്തോ കാര്യമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവക്കും അറിയാം. വെറുതെ എന്റെ സ്വഭാവം മാറ്റാൻ സത്യം പറ. പറവാനു, ഇനി നീ ആരെങ്കിലും പ്രണയിച്ചോ? അതോ നീ ഇനിയും ഭാമയെ പോലെ? സേതുട്ടാ, എന്താ സേതുട്ടാ ഇത്? പിന്നെ എന്തൊക്കെയാ ഒരു അനിയത്തിയോട് പരസ്യമായിട്ട് ചോദിക്കുന്നേ? വലിയൊരു ചതിയിൽ നിന്ന് ഇവള് രക്ഷപ്പെട്ടതല്ലാതെ ഇവക്കൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ ഇവൾ അനുവദിച്ചില്ല, അതാണ് സത്യം. ഇതുവരെ ആരോടും പറയാതിരുന്നത് തന്നെയാ. പക്ഷെ ഇവളെ സേതുവേട്ടൻ ഇത്രത്തോളം സംശയിച്ച സ്ഥിതിക്ക് ഇനി പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. മോളെ വേണ്ട. വേണോ അമ്മേ? ഇനിയിപ്പൊ ഇവരെ ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഭാനുവിനെ സേതുട്ട് സംശയിച്ച സ്ഥിതിക്ക്
ഇനി ഇക്കാര്യം മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല അമ്മേ. സേതുവേട്ടൻ എന്താ അറിയേണ്ടത്? ഭാനു എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നല്ലേ? പറയാം. സൂര്യയുടെ അങ്കിളുടെ മകൻ ധ്രുവനെ കാണാനില്ലാത്തത് എല്ലാവർക്കും അറിയാലോ. എന്ന് അവൻ കാണാതായതല്ല, അവൻ കൊല്ലപ്പെട്ടതാ. അതും ഇവളുടെ കൺമുമ്പിൽ വെച്ച്. ഇനി അവൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? മണ്ഡപത്തിൽ വെച്ച് ധ്രുവൻ ഭാനുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഭാനു അവന് സേതുട്ടാ, ഏട്ടാ ഒരിക്കലും ധ്രുവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ഭാനുവിനെ പിടിച്ച് തള്ളിയത്. പക്ഷെ സംഭവിച്ചു പോയി. അവന്റെ തലവിധി അതായിരുന്നു. എത്ര നാളെ ഈ വിവരം ഒളിച്ചു വെക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഏട്ടാ, സൂര്യയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം മാനാഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഭാനു അവനോട് മാക്സിമം പൊരുതി നോക്കി. ഒടുവിൽ ഇവള് തന്നെ വിജയിച്ചു. എന്റെ മുന്നിൽ ഇപ്പോഴും എന്റെ അനിയത്തി തന്നെയാണ് ശരി. അവനെ പോലെ മനുഷ്യരൂപമുള്ള മൃഗങ്ങളുടെ ജീവനേക്കാളും എത്രയോ വലുത് തന്നെയാ ഒരു പെണ്ണിന്റെ മാനം. സേതുട്ടാ, ഇനി പറ സേതുട്ടാ, നമ്മുടെ ഭാനു ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല മോളെ, എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ കുടുംബത്തിന്റെ മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന് തന്നെ അഭിമാനമാണ് മോളെ. എന്നോട് വിവരം പറഞ്ഞിരുന്നു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് തോന്നി ഭാനു ചെയ്തതാ ശരിയെന്ന്. അന്ന് ഇവളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ ഭാനുവിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഭാനു ഇന്ന് ഈ ഭൂമിയിലേക്ക് കാണില്ലായിരുന്നു.